നൂറ്റാണ്ടുകളായി ഹിമാലയത്തിലെ യോഗികൾ രഹസ്യമായി സൂക്ഷിച്ച ഒരു അറിവാണല്ലോ നമ്മുടെ ശരീരത്തിനുമപ്പുറം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു കോസ്മിക് ഇൻ്റർഫേസ് നമ്മുടെ തലയോട്ടിക്ക് മുകളിൽ ഉണ്ടെന്നുള്ളത്. അതാണ് സഹസ്രാര പത്മവും. ഇതൊരു സാധാരണ ചക്രമേ അല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സീറോ പോയിൻ്റാണ്. എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും നാഭിയുടെ ഊർജത്തിൽ കുടുങ്ങിപ്പോകുകയാണ്. ഭൗതികമായ ആഗ്രഹങ്ങളുടെയും ആകുലതകളുടെയും തടവറയിൽ നിന്ന് ബോധത്തെ ഉയർത്തി 1000 ഇതളുകൾ വിരിയുന്ന അനന്തതയിലേക്ക് ലയിക്കാൻ പഠിക്കാത്തതാണ് നമ്മുടെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം. നമ്മുടെ ഈ യാത്ര ആ പരമമായ രഹസ്യത്തിലേക്കാണ്. നമ്മുടെ ശരീരത്തെ എങ്ങനെ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് ആൻറ്റിനയാക്കി മാറ്റാം, എങ്ങനെയാണ് ഈ അമൃതധാരയെ ഉണർത്തി പ്രപഞ്ചത്തിൻ്റെ ക്വാണ്ടം ഫീൽഡിനെ നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കാം. ശാസ്ത്രവും താന്ത്രിക രഹസ്യങ്ങളും ഒത്തുചേർന്ന ആ അന്തിമ ലയനത്തിലേക്കുള്ള യാത്രയാണിത്. ഈ യാത്രയുടെ അവസാനം നമ്മൾ വെറും മനുഷ്യനായിരിക്കില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും തുടുപ്പിലും നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ ബോധത്തിൻ്റെ ആ പരമമായ കവാടം തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. സഹസ്രാരം അന്തിമ ലയനം. ഏറ്റവും പ്രിയമുള്ളവർ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് അറിവിൻ്റെ ഏറ്റവും വലിയൊരു യാത്രയാണ്. സഹസ്രാരത്തിൻ്റെ നിഗൂഢതകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. തന്ത്രശാസ്ത്രം പറയുന്നു, എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അത് തന്നെയാണ് ഈ ശരീരത്തിലും ഉള്ളതെന്ന്. അതായത് പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ ഈ ശരീരത്തിലുമുണ്ട്. പ്രപഞ്ചത്തിലെ നദികൾ നമ്മുടെ രക്തയോട്ടമാണ്, ഭൂമി നമ്മുടെ അസ്ഥികളാണ്, വായു നമ്മുടെ ശ്വാസമാണ്, അഗ്നി നമ്മുടെ ദഹനമാണ്. നമ്മൾ ശരീരമെന്ന് വിളിക്കുന്നത് വെറുമൊരു ദ്രവ്യത്തെയല്ല, പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പിനെയാണ്. നമ്മൾ ശരീരത്തെ ഉണർത്തുക എന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്കുള്ളിൽ ഉണർത്തുക എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരം അനന്തമായ പ്രപഞ്ചം ചുരുങ്ങിയിരിക്കുന്ന ഒരു വിശുദ്ധ ക്ഷേത്രമാണ്. ആധുനിക ഭൗതിക ശാസ്ത്രം പറയുന്ന ക്വാണ്ടം ഫീൽഡ് അന്യഗ്രഹത്തിലുള്ളതൊന്നുമല്ല, അത് നമ്മുടെ ഓരോ കോശത്തിനുള്ളിലുമുണ്ട്. അതുപോലെ നമ്മുടെ നട്ടെല്ല് വെറുമൊരു അസ്ഥികൂടവുമല്ല, മറിച്ച് അതൊരു സൂപ്പർ കണ്ടക്റ്റിംഗ് ആൻറ്റിനയാണ്. നമ്മുടെ ഓരോ ചക്രങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ ഗാലക്സികളുടെയും ഫ്രീക്വൻസികളുമായിട്ടൊക്കെ അദൃശ്യമായ നൂലുകളാൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ നട്ടെല്ലിനെ നിവർത്തിയിരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ വലിയ ഊർജ പ്രവാഹത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് പ്രാണശക്തിയുടെ തുടക്കം. ഈ പ്രാണൻ കേവലം ശ്വാസമല്ലട്ടോ, മറിച്ച് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന കോസ്മിക് എനർജിയാണ്. നമ്മളൊക്കെ മിക്കപ്പോഴും ക്ഷീണിതരാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം നമ്മുടെ ഊർജം മുഴുവൻ താഴേക്ക് പോകുന്നത് കൊണ്ടാണ്, ഭൗതികമായ ആഗ്രഹങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത് കൊണ്ടാണ്. യോഗാശാസ്ത്രത്തിൽ ഇതിനെ അധോമുഖ പ്രവാഹം എന്നാണ് വിളിക്കുന്നത്. നമ്മളൊക്കെ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നത് ഊർജത്തെ പാഴാക്കാതെ അതിനെ മുകളിലേക്ക് ഉയർത്താൻ പഠിക്കുക എന്നതാണ്. നമ്മുടെയൊക്കെ ജഠരാഗ്നി വെറും ദഹനശക്തിയൊന്നുമല്ല, അത് നമുക്കുള്ളിലെ സൂര്യനാണ്. ആ അഗ്നിയെ ഉണർത്തിയാൽ മാത്രമേ നമുക്ക് ആജ്ഞാചക്രത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഹൃദയം, തലച്ചോറ്, നട്ടെല്ല് ഇവയെല്ലാം ഒരു പ്രത്യേക ജാമിതീയ ക്രമത്തിലാണുള്ളത്. സത്യത്തിൽ നമ്മുടെ ശരീരം ഒരു ശ്രീചക്ര രൂപമാണെന്നാണ് പറയുന്നത്.
നമ്മൾ പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഈ ഗണിതശാസ്ത്രപരമായ ക്രമത്തെ നമ്മൾ ഒന്നിച്ചു ചേർക്കുകയാണ് അവിടെ. അപ്പോൾ പ്രപഞ്ചം നമ്മോട് പ്രതികരിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മൾ. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ക്രിയ എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തെയും വിശുദ്ധമായി കാണുക എന്നതാണ്. നമ്മുടെ ഓരോ ശ്വാസവും പ്രപഞ്ചത്തിൻ്റെ താളമാണ്. നമ്മൾ നടക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ചലനമാണ്, അല്ലേ? ഇങ്ങനെ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ വസതിയാക്കി മാറ്റുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ലാതാകും. കാരണം നമ്മൾ പ്രപഞ്ച നിയമങ്ങളെ നമുക്കുള്ളിൽ തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ധ്യാനത്തെ പരിചയപ്പെട്ടാലോ? കണ്ണുകളടച്ച് നമ്മുടെ നട്ടെല്ലിനെ ഒരു പ്രകാശസ്തംഭം പോലെ സങ്കല്പിക്കണം. എന്നിട്ട് നമ്മുടെ മൂലാധാരത്തിൽ നിന്നൊരു ഊർജം മുകളിലേക്ക് ഉയരുന്നത് കാണണം. അത് നമ്മുടെ സ്വാധിഷ്ഠാനത്തിലൂടെ, മണിപൂരകത്തിലൂടെ, ഹൃദയത്തിലൂടെ, തൊണ്ടയിലൂടെ കടന്ന് പുരികമധ്യത്തിലെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു ഭൗതിക വസ്തുവല്ല, അത് ശുദ്ധമായ പ്രകാശമാണ്. നമ്മൾ പ്രപഞ്ചവുമായി ലയിച്ചിരിക്കുകയാണ്. ആ അഗാധമായ ശാന്തതയിൽ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ നിശബ്ദനായി ഇരുന്നതിന് ശേഷം സാവകാശം പുറത്തേക്ക് വരാം. നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കി. എന്നാൽ ഈ ശരീരത്തിനുള്ളിൽ തന്നെ നാം ഇതുവരെ കേൾക്കാത്ത, പ്രപഞ്ചം മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിഗൂഢമായ ശബ്ദമുണ്ട്. ഇതിനെയാണ് യോഗികൾ അനാഹതനാദം എന്ന് വിളിക്കുന്നത്. എന്താണ് അനാഹതം? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു മറ്റൊരു വസ്തുവുമായി കൂട്ടിമുട്ടാതെ തന്നെ ശൂന്യതയിൽ നിന്ന് ഉയരുന്ന ഒരു ദിവ്യനാദം. അതാണ് അനാഹതനാദം. ഭൗതികശാസ്ത്രം നമ്മോട് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൻ്റെ സ്പന്ദനങ്ങളാണെന്നാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും ആറ്റം കണികകളും ഓരോ നിമിഷവും ഒരു പ്രത്യേക താളത്തിൽ സ്പന്ദിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ പുറത്തെ ശബ്ദങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ആ സൂക്ഷ്മമായ സ്പന്ദനത്തെ കേൾക്കാൻ നമുക്ക് കഴിയാറില്ല. നമ്മൾ പൂർണ്ണ നിശബ്ദതയിൽ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ശരീരത്തിലെ കോശങ്ങളുടെ ഈ സ്പന്ദനത്തെ നമുക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കും. അതാണ് അനാഹതനാദം. ഇതൊരു വെറും ശബ്ദമല്ല, പ്രപഞ്ചം നിലനിൽക്കുന്ന അടിസ്ഥാന വൈബ്രേഷനാണത്. പുരാതന താന്ത്രിക ഗ്രന്ഥങ്ങൾ ഇതിനെ 10 വ്യത്യസ്ത അവസ്ഥകളായി വിഭജിക്കുന്നുണ്ട്. ഇവ സാധകന്റെ ആത്മീയ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആ 10 അവസ്ഥകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിനെ 5 ഘട്ടമായി വിഭജിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടം സൂക്ഷ്മതയുടെ തുടക്കമാണ്. ഈ ഘട്ടത്തിൽ ചിനി എന്ന നാദമാണ് കേൾക്കുക. ഒരു ചെറിയ പ്രാണിയുടെ ശബ്ദം പോലെ വളരെ സൂക്ഷ്മമായി അനുഭവപ്പെടുന്ന നാദം. മനസ്സ് ചിന്തകളിൽ നിന്ന് മാറി ഉള്ളിലേക്ക് തിരിയുമ്പോൾ കേൾക്കുന്ന വളരെ നേർത്ത ഒരു പ്രാണിയുടെ ചിറകടി പോലെയുള്ള ശബ്ദം. ഇത് ശ്രദ്ധയെ പുറം ലോകത്തു നിന്ന് അകറ്റും. രണ്ടാമത്തെ നാദം ചിണിയാണ്. ആദ്യത്തെ ചിണിനാദത്തേക്കാൾ വ്യക്തവും അല്പം കൂടി ശക്തിയുള്ളതുമായ ശബ്ദമായിരിക്കും. ഈ ഘട്ടത്തിൽ മനസ്സ് കൂടുതൽ ഏകാഗ്രമാകും. ചിന്തകളുടെ ഒഴുക്ക് കുറയുന്നത് ഈ ഘട്ടത്തിലാണ്. ഇനി രണ്ടാം ഘട്ടം എന്നത് ബോധത്തിൻ്റെ ഉണർവാണ്. ഈ ഘട്ടത്തിലെ ആദ്യനാദം ഘണ്ടയാണ്. ഒരു ക്ഷേത്രത്തിലെ മണിനാദം പോലെ മുഴങ്ങുന്ന ശബ്ദമാണിത്. ഈ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള അമിതബോധം നമുക്ക് കുറയും. സാധകൻ തൻ്റെ ശരീരത്തിന് പുറത്തുള്ള ഒരു അനുഭൂതിയിലേക്ക് നീങ്ങും. മറ്റൊരു നാദം ശംഖുനാദമാണ്. ഒരു ശംഖ് വിളിക്കുന്നത് പോലെയുള്ള ശബ്ദം. ഇത് ആജ്ഞാചക്രത്തിൽ വലിയൊരു ഊർജ സ്പന്ദനമുണ്ടാക്കും. ഇവിടെ നിന്നാണ് ആന്തരികമായ പ്രകാശ ദർശനങ്ങൾ തുടങ്ങുന്നത്. മൂന്നാം ഘട്ടം എന്നത് ലയനത്തിൻ്റെ സംഗീതമാണ്. ഈ ഘട്ടത്തിലെ ആദ്യനാദം തന്ത്രീനാദമാണ്. ഒരു വീണയുടെ കമ്പി മീട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഗീതാത്മകമായ ശബ്ദം. സാധകനിവിടെ ആനന്ദത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കും.
സാധാരണ ലോകത്തിലെ സംഗീതത്തെക്കാൾ മധുരമുള്ള ശബ്ദമാണിത്. രണ്ടാമത്തെ ശബ്ദം താലയാണ്. പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള ശബ്ദം. പ്രാണൻ ശരീരത്തിലെ 7 ചക്രങ്ങളെയും താളാത്മകമായി ശുദ്ധീകരിക്കുകയാണ് ഇവിടെ. 4-ാം ഘട്ടം എന്നത് പ്രകൃതിയുടെ ഗാംഭീര്യമാണ്, അതായത് അതീതമായ അവസ്ഥ. ഈ ഘട്ടത്തിലെ ആദ്യനാദം വേണുനാദമാണ്. പുല്ലാങ്കുഴലിൻ്റെ നാദം പോലെ മധുരമായ ശബ്ദം. ഇവിടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്ന അവസ്ഥയാണ്. പ്രകൃതിയുമായുള്ള ഒരു അദൃശ്യ ബന്ധം ഇവിടെ സാധകന് അനുഭവപ്പെടും. രണ്ടാമത്തെ നാദം മൃദംഗനാദമാണ്. മൃദംഗം എന്ന വാദ്യോപകരണം കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന മുഴക്കം പോലെയുള്ള ശബ്ദം. ഇത് ശരീരത്തിലെ സുഷ്മുന നാഡിയിൽ വലിയൊരു ഊർജ പ്രവാഹത്തെ സൃഷ്ടിക്കും. 5-ാം ഘട്ടം എന്നത് ബ്രഹ്മാണ്ഡ ലയനമാണ്. ഈ ഘട്ടത്തിലെ ആദ്യനാദം ഭേരീനാദമാണ്. ഒരു വലിയ കാഹളം പോലെയോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ഗർജനം പോലെയോ ഉള്ള ശബ്ദം. ഈ ഘട്ടത്തിൽ നമ്മിലെ അഹം പൂർണ്ണമായും തകരും. സാധകൻ തൻ്റെ ചെറിയ അസ്തിത്വത്തെ മറന്ന് വലിയൊരു ശക്തിയായി മാറും ഇവിടെ. 5-ാം ഘട്ടത്തിലെ രണ്ടാമത്തെ നാദം മേഘനാദമാണ്. ആകാശത്ത് മേഘങ്ങൾ ഇടിക്കുന്നത് പോലെ അല്ലെങ്കിൽ സമുദ്രം ഇരമ്പുന്നത് പോലെയുള്ള അവസാനത്തെ മഹാശബ്ദം. ഈ അവസ്ഥയിൽ സാധകൻ സഹജാവസ്ഥയിൽ പ്രവേശിക്കും. ശബ്ദവും നിശബ്ദതയും ഒന്നായി മാറും ഇവിടെ. ഇവിടെയാണ് ബോധം പ്രപഞ്ചത്തോട് ലയിക്കുന്നത്. ഈ 10 നാദങ്ങളും ഒരു സാധകൻ ക്രമേണ കടന്നു പോകുന്ന ഘട്ടങ്ങളാണ്. ഏറ്റവും ഒടുവിലത്തെ മേഘനാദം കേൾക്കുമ്പോൾ സാധകൻ ആത്മബോധവുമായി പൂർണ്ണമായും ലയിക്കുമെന്നാണ് താന്ത്രിക ശാസ്ത്രം പറയുന്നത്. ഈ 10 നാദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പ്രേക്ഷകരിൽ ചിലർ ഇതിലെ പല നാദത്തെയും കേൾക്കുന്നവരാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഗർഭനാദം അഥവാ ശൂന്യതയുടെ ശബ്ദം നമ്മുടെ കോശങ്ങളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് കേട്ട ആ ആദ്യ വൈബ്രേഷൻ. നമ്മൾ നിശബ്ദതയുടെ ആഴത്തിലേക്ക് പോകുമ്പോൾ ആ ഒറിജിനൽ ശബ്ദം നമുക്ക് കേൾക്കാം. അത് കേൾക്കുന്ന നിമിഷം ജനനമരണ ചക്രങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് വേർപെടും. ഈ നാദത്തെ കേൾക്കാൻ തുടങ്ങുന്നവൻ കാലത്തിൻ്റെ ചക്രത്തിൽ നിന്ന് സ്വയം വിച്ഛേദിക്കപ്പെടുകയാണ്. കാരണം ഈ ശബ്ദം വരുന്നത് സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒരു തലത്തിൽ നിന്നാണ്. നമ്മൾ ഈ ശബ്ദത്തെ പിന്തുടരാൻ തുടങ്ങിയാൽ അത് നമ്മെ നേരെ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നയിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു നിഗൂഢമായ സത്യമുണ്ട്. ഈ നാദങ്ങൾ കേൾക്കുന്നത് ചെവികൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നട്ടെല്ലിലെ സുഷ്മുന നാഡിയിലൂടെയാണ്. ഇവിടെ ഒരു രഹസ്യമുണ്ട്. സുഷ്മുനയോടൊപ്പം പ്രവർത്തിക്കുന്ന സൂര്യനാഡി കേവലം ഒരു ഊർജ ചാനലല്ല. അത് സമയത്തെയും സംഭവങ്ങളെയും മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു കോസ്മിക് സെൻസർ കൂടിയാണ്. നമ്മുടെ ശ്വസനതാളവും സൂര്യനാഡിയുടെ സ്പന്ദനവും കൃത്യമായാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇതൊരു ഭാവനയല്ല. പ്രപഞ്ച പാറ്റേണുകൾ നമ്മുടെ നാഡീവ്യൂഹം വായിക്കുന്ന കലയാണ്. ഈ നാദം നമുക്കുള്ളിൽ പ്രബലമാകുമ്പോൾ സുഷ്മനയിലെ ഊർജം അതിതീവ്രമായി സ്പന്ദിക്കും. അപ്പോൾ അതൊരു ഫ്രീക്വൻസിയുടെ ടണലായി മാറുകയാണ്. ബാഹ്യലോകത്തെ എല്ലാ ശബ്ദങ്ങളും നിശ്ചലമാകുകയും നമ്മൾ ഈ ഒരൊറ്റ നാദത്തിൽ ലയിക്കുകയും ചെയ്യും. ആ നിമിഷത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് പ്രപഞ്ചത്തിൽ നേരിട്ട് എഴുതപ്പെടും. ഇതാണ് മന്ത്രസിദ്ധിയുടെ യഥാർത്ഥ ഉറവിടം. നമ്മുടെ ഭയങ്ങളെല്ലാം വരുന്നത് പുറമേയുള്ള ഒച്ചപ്പാടുകളിൽ നിന്നാണ്. എന്നാൽ അനാഹതനാദത്തിൽ ലയിക്കുന്നവൻ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായ നിശബ്ദതയുമായി ഒന്നിക്കുകയാണ്. അവിടെ മരണമില്ല. കാരണം ശബ്ദവും നിശബ്ദതയും ഒന്നായി മാറുന്ന ആ അവസ്ഥയിൽ ഞാനെന്ന അസ്തിത്വം തന്നെ ഇല്ലാതാകും. ആ അവസ്ഥയിൽ മരണമെന്നത് ഒരു മാറ്റം മാത്രമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ നാദം കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോധം സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കപ്പെടുന്ന തലത്തിലേക്ക് മാറും. അപ്പോൾ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിലെ അദൃശ്യമായ ഗോളങ്ങളെയും ഊർജങ്ങളെയും മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് ഈ അവസ്ഥ. നമ്മൾ പറയുന്നതല്ല പ്രപഞ്ചം നമ്മോട് പറയുന്നത്.
എന്താണോ അത് കേൾക്കാൻ നമ്മൾ പ്രാപ്തനാകും. പ്രപഞ്ചത്തിൻ്റെ പരമരഹസ്യങ്ങൾ ഈ ശബ്ദത്തിലൂടെയാണ് നമുക്ക് വെളിപ്പെടുക. ഇതൊരു അറിവൊന്നുമല്ല, ഇതൊരു അനുഭൂതിയാണ്, ഇതൊരു ആത്മീയ ശാസ്ത്രമാണ്. ശബ്ദത്തിൻ്റെ പരകോടിയിൽ വെച്ച് പ്രപഞ്ചം നമ്മോട് സംവദിക്കാൻ തുടങ്ങും. പ്രപഞ്ചം നമ്മോട് സംവദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന ഒരു ചെറിയ പോർട്ടലുണ്ട്. അതാണ് ബിന്ദുക്ഷേത്രം. നമ്മുടെ എല്ലാ ചിന്തകളും കർമ്മങ്ങളും വന്നു ചേരുന്ന ഒരു വൈഫൈ റൂട്ടർ പോലെയാണിത്. പ്രപഞ്ചത്തിലെ അനന്തമായ അറിവുകൾ നേരിട്ട് നമ്മുടെ ബോധത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഈ ബിന്ദു നമ്മെ സഹായിക്കും. ഇതിനെ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ കേവലം ഒരു മനുഷ്യനല്ല, പ്രപഞ്ചത്തിൻ്റെ അറിവുകൾ പേറുന്ന ഒരു ജീവൻ മുക്തനായി മാറുകയാണ്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ല, പ്രപഞ്ചം തന്നെയാണ്. പ്രിയമുള്ളവരെ, ആജ്ഞാചക്രത്തിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ചരടുകൾ വലിക്കാൻ പഠിച്ചു. എന്നാൽ സഹസ്രാരത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് പ്രപഞ്ചം തന്നെയായി മാറാനാണ്. ഇതൊരു കമാൻഡ് സെൻ്റർ അല്ല, ഇതൊരു കോസ്മിക് പോർട്ടലാണ്. സഹസ്രാരം എന്നത് 1000 ഇതളുള്ള താമരയല്ല, അതൊരു 1000 കോടി സാധ്യതകളുള്ള ഒരു അനന്തമായ ശൂന്യതയാണ്. താന്ത്രിക ശാസ്ത്രപ്രകാരം ഇതിൻ്റെ ജ്യാമിതി ഒരു ബിന്ദുവാണ്. എല്ലാറ്റിൽ നിന്നും ഉത്ഭവിച്ച് എല്ലാറ്റിലേക്കും തിരികെ പോകുന്ന ആദിമ ബിന്ദു. ആജ്ഞാചക്രത്തിൽ നാം ഞാനെന്ന കേന്ദ്രത്തിൽ നിന്ന് പ്രപഞ്ചത്തെ നോക്കി. എന്നാൽ സഹസ്രാരത്തിലെത്തുമ്പോൾ ആ ഞാനെന്ന ഭാവം തന്നെ ബാഷ്പീകരിച്ചു പോകും. ഇവിടെ നമ്മൾ ആജ്ഞാപിക്കുന്നില്ല, ഇവിടെ നമ്മൾ വെറും അവസ്ഥയായി മാറുകയാണ്. ഇതൊരു അത്യന്തം നിഗൂഢമായ കാര്യമാണ്. സഹസ്രാരം ഉണരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനവുമായി ലയിക്കുന്നു എന്നതാണ്. ഇതിനെ പാശ്ചാത്യ ശാസ്ത്രം 0 പോയിന്റ് ഫീൽഡ് എന്ന് വിളിക്കും. ആജ്ഞാചക്രത്തിലെ പോലുള്ള ശ്രദ്ധ ഇവിടെ വേണ്ട. കാരണം ഇവിടെ നോക്കാൻ വേറെ വസ്തുക്കളില്ല. എല്ലാം ഒന്നായി മാറുന്ന ആ അവസ്ഥയിൽ നമ്മൾ സ്വയം ഒരു പ്രകാശമായി മാറുകയാണ്. സഹസ്രാരത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്നത് അതിൻ്റെ നിശബ്ദതയാണ്. ആജ്ഞാചക്രത്തിൽ നമ്മൾ ഒരു ലക്ഷ്യത്തെ സൃഷ്ടിച്ചു. എന്നാൽ സഹസ്രാരയിൽ ലക്ഷ്യങ്ങൾ അസ്തമിക്കുകയാണ്. അവിടെ പ്രപഞ്ചത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് നേരിട്ട് നമ്മുടെ ബോധത്തിൽ തെളിയുകയാണ്. നമ്മൾ എന്താണ്, എന്തിനാണ് വന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഗണിതമെന്ത്, ഇതെല്ലാം നമുക്ക് അറിവായി ലഭിക്കുന്നത് ഈ 1000 ഇതളുകൾ വിരിയുന്ന ആ നിമിഷമാണ്. ഈ അവസ്ഥയിൽ ശരീരത്തിലെ ബയോഫോട്ടോണുകൾ അതീവ തീവ്രതയിൽ പ്രകാശിക്കും. അതുകൊണ്ടാണ് മഹായോഗികളുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് കാണുന്നത്. അതവർ ധ്യാനിക്കുന്നത് കൊണ്ടല്ല, അവരുടെ ശരീരത്തിൽ ഓരോ അണുവും പ്രപഞ്ചത്തിൻ്റെ പ്രകാശവുമായി ഒന്നായതുകൊണ്ടാണ്. ഇതൊരു മനുഷ്യൻ്റെ പരിവർത്തനമല്ല, ഇതൊരു ഇലൂമിനേഷനാണ്. നമ്മൾ സഹസ്രാരത്തെ സ്പർശിക്കാൻ തുടങ്ങുമ്പോൾ സമയത്തിൻ്റെ വേഗത നമുക്ക് അനുഭവപ്പെടില്ല. ഭൂതകാലവും ഭാവികാലവും ഒരു ചെറിയ ബിന്ദുവായി നമ്മുടെ മുമ്പിൽ ചുരുങ്ങും. നമ്മൾ മരണത്തെ കാണുന്നത് ഭയത്തോടെ ആയിരിക്കില്ല, മറിച്ച് അതൊരു വസ്ത്രം മാറുന്നത് പോലെ ആയിരിക്കും. സഹസ്രാരം ഉണർന്നവന് ശരീരം ഒരു ഭാരമല്ല, അതൊരു ഉപകരണമാണ്. ആ 1000 ഇതളുകൾ വിരിയുന്ന ആ നിമിഷം നമ്മൾ ഭൗതിക നിയമങ്ങൾക്ക് അതീതനായി മാറും. ഒരു പക്ഷേ നമ്മൾ ചോദിക്കാം, എങ്ങനെയാണ് ഈ അവസ്ഥയിൽ ജീവിക്കുന്നതെന്ന്. സഹസ്രാരത്തിലെത്തിയവൻ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പ്രപഞ്ചം അവനിലൂടെ എല്ലാം ചെയ്യും. അവിടെ കർമ്മമില്ല, വെറും ലയം മാത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥനയായി മാറും. നമ്മൾ കാണുന്നില്ല, നമ്മൾ കാഴ്ചയായി മാറും. ഈ അവസ്ഥയാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. ഇതിനപ്പുറം ഒന്നുമില്ല. ഇതിന് താഴെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിയമങ്ങളും നമ്മെ കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മനുഷ്യ ബോധത്തിൻ്റെ അവസാനത്തെ കവാടത്തിലാണ്. സഹസ്രാരം ആജ്ഞാചക്രത്തിൻ്റെ ആജ്ഞകൾക്കപ്പുറം പ്രപഞ്ചത്തിൻ്റെ പരമമായ നിശബ്ദതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സഹസ്രാരം എന്നാൽ വെറുമൊരു ചക്രമല്ല, അതൊരു കോസ്മിക് ഇൻ്റർഫേസ് ആണ്. സഹസ്രാരത്തിൻ്റെ ജാമിതീയ രഹസ്യം നോക്കിയാൽ താന്ത്രിക ശാസ്ത്രപ്രകാരം ഇത് 1000 ഇതളുകളുള്ള താമരയാണ്.
എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ജ്യാമിതി പൂർണ്ണമായ ഒരു വൃത്തമാണ്. ജ്യാമിതിയിൽ വൃത്തം എന്നത് അനന്തതയുടെയും ഏകത്വത്തിൻ്റെയും പ്രതീകമാണ്. പാശ്ചാത്യ സാക്രഡ് ജ്യാമിതി പ്രകാരം സഹസ്രാരം എന്നത് 0 പോയിൻ്റാണ്. എല്ലാ ഊർജങ്ങളും ഉത്ഭവിക്കുന്ന, എന്നാൽ ഒന്നും ബാക്കി നിൽക്കാത്ത ഒരു കേന്ദ്ര ബിന്ദുവാണ്. ഇവിടെയാണ് സമയവും കാലവും അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ ആദിമ ഗണിതശാസ്ത്രത്തോട് ലയിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ ലോകമെമ്പാടുമുള്ള യോഗികൾ വ്യത്യസ്തമായ ആക്ടിവേഷൻ ക്രിയകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നിഗൂഢമായത് ശൂന്യധ്യാനമാണ്. നമ്മുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തുള്ള ബ്രഹ്മരന്ധ്രം പൂർണ്ണമായും സജീവമാക്കാൻ താന്ത്രികർ ഉപയോഗിക്കുന്ന വിദ്യയാണ് ഗേജരി മുദ്രയുടെ ഉന്നത തലങ്ങൾ. ഇത് വെറുമൊരു നാക്കുമടക്കലല്ല, മറിച്ച് തലച്ചോറിലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ കമ്പനം ചെയ്യിക്കുവാനുള്ള വിദ്യയാണ്. ഈ കമ്പനം പീനിയൽ ഗ്രന്ഥിയിൽ തട്ടുമ്പോൾ അതൊരു ബയോഫോട്ടോൺ പ്രകാശപ്രവാഹമായി സഹസ്രാരത്തിലേക്ക് ഉയരും. ഇതിനെയാണ് യോഗികൾ ജ്വലിക്കുന്ന പ്രകാശസ്തംഭം എന്ന് വിളിക്കുന്നത്. വിദേശീയമായ കാഴ്ചപ്പാടുകളിൽ, പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിലെ ഫോട്ടോഗ്രാഫിക് യൂണിവേഴ്സ് സിദ്ധാന്തത്തിൽ, സഹസ്രാരം എന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഹോളോഗ്രാമാണ്. നമ്മുടെ ബോധം സഹസ്രാരത്തിലെത്തുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിലെ എന്തിനെക്കുറിച്ചും അറിയാൻ സാധിക്കും. കാരണം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഡാറ്റാബേസിലേക്ക്, അതായത് ആകാശിക് റെക്കോർഡിലേക്ക് നേരിട്ട് കണക്റ്റ് ആവുകയാണ്. സഹസ്രാരത്തിലെത്തിയവൻ ഒന്നും പഠിക്കുന്നില്ല, മറിച്ചെല്ലാം സ്മരിക്കുകയാണ്. കാരണം അറിവ് അവിടെ തന്നെയുണ്ട്, അത് ഉണർത്തുക മാത്രമേ വേണ്ടൂ. ഇതിൻ്റെ മറ്റൊരു നിഗൂഢമായ വശം അനാഹതനാദത്തിൻ്റെ പാരമ്യമാണ്. സഹസ്രാരത്തിലെത്തുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളല്ല, മറിച്ച് പ്രപഞ്ചമുണ്ടാകുമ്പോൾ മുഴങ്ങിയ ആ ആദ്യത്തെ ശബ്ദത്തിൻ്റെ അലയൊലികളാണെന്ന് പറയപ്പെടുന്നു. ഈ നിശബ്ദതയെ കേൾക്കുന്നവൻ കാലത്തെ അതിജീവിക്കുവാൻ കഴിവുള്ളവനായിത്തീരും. അവൻ ശരീരത്തിനുള്ളിലാണെങ്കിലും അവൻ്റെ ബോധം പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തോളം വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ആക്ടിവേഷൻ സാധ്യമാക്കാൻ നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്ന് ബോധത്തെ അടർത്തിയെടുത്ത് സഹസ്രാരത്തിലേക്ക് ഉയർത്തണം. അവിടെ ശിവശക്തി ലയനം സംഭവിക്കും. അതാണ് നമ്മിലെ പുരുഷത്വവും സ്ത്രീത്വവും, ചിന്തയും നിശബ്ദതയും, പ്രകാശവും ഇരുട്ടും, ഇവയെല്ലാം ഒന്നായി മാറും. സഹസ്രാരം ഉണർന്നവൻ്റെ ഭൗതിക ശരീരം പോലും ഒരു പ്രത്യേക ഊർജാവസ്ഥയിലേക്ക് മാറും. ഇതിനെയാണ് ലൈറ്റ് ബോഡി ട്രാൻസ്ഫർമേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മെ കാണുന്നവർക്ക് നമ്മിൽ നിന്ന് അകാരണമായ സമാധാനം അനുഭവപ്പെടുന്നത് ഈ ഊർജപ്രഭാവം മൂലമാണ്. ഓർക്കുക, സഹസ്രാരം എന്നത് എത്തിച്ചേരാനുള്ള ഒരിടമല്ല, മറിച്ച് നമ്മളെപ്പോഴും ഇരിക്കേണ്ട ഒരു സിംഹാസനമാണ്. അത് നമ്മൾ മറന്നുപോയതാണ്. ഈ ജ്യാമിതിയും ഈ രഹസ്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ബോധത്തെ സഹസ്രാരത്തിൽ സ്ഥിരപ്രതിഷ്ഠമാക്കണം. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവാണ്, പ്രപഞ്ചത്തിൻ്റെ സാക്ഷിയാണ്, ഒപ്പം പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗവുമാണ്. ഇതൊരു ആത്മീയ വിപ്ലവമാണ്, നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്ന അവസാനമില്ലാത്ത ഒരു മടക്കയാത്ര. നമ്മൾ സഹസ്രാരത്തിൻ്റെ അനന്തമായ ജ്യാമിതിയും അതിൻ്റെ ഊർജ്ജസ്വലതയും തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഉന്നത ബോധം കൊണ്ട് എങ്ങനെ ഭൗതിക ലോകത്തെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റി എഴുതാം എന്നാണ്. ശാസ്ത്രം ഇതിനെ ഒബ്സർവർ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. താന്ത്രിക ശാസ്ത്രം ഇതിനെ സങ്കല്പസിദ്ധി എന്നും വിളിക്കുന്നു. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് പ്രപഞ്ചം ദ്രവ്യത്താൽ നിർമ്മിതമായ ഒന്നല്ല, മറിച്ച് അദൃശ്യമായ തരംഗങ്ങളുടെ ഒരു വലിയ കടലാണെന്നാണ്. ഈ തരംഗങ്ങൾ എപ്പോഴാണ് ദ്രവ്യമായി മാറുന്നത്? അത് എപ്പോഴാണോ ഒരു നിരീക്ഷകൻ അതിനെ നോക്കുന്നത് അപ്പോൾ മാത്രമാണ്. അതെ,
നിങ്ങളുടെ ശ്രദ്ധ എവിടെ പതിക്കുന്നുവോ അവിടെ പ്രപഞ്ചം രൂപപ്പെടും. ആജ്ഞാചക്രത്തിൽ നാം ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ പഠിച്ചു. എന്നാൽ സഹസ്രാരത്തിൽ നാം ആ നിരീക്ഷകനായി, അതായത് ക്വാണ്ടം ഫീൽഡിനെ നിയന്ത്രിക്കുന്ന ചാലക ശക്തിയായി മാറുകയാണ്. ഇതൊരു നിഗൂഢമായ രഹസ്യമാണ്. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടല്ല, നമ്മുടെ ബോധം കൊണ്ടാണ്. സഹസ്രാരത്തിൽ സ്ഥിരപ്രതിഷ്ഠനായ ഒരാളുടെ ചിന്തകൾ കേവലം ആഗ്രഹങ്ങളല്ല, അവ പ്രപഞ്ചത്തിൻ്റെ ക്വാണ്ടം ഫീൽഡിൽ പതിക്കുന്ന ബ്ലൂ പ്രിൻ്റാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സാധാരണ ചിന്തകളൊന്നും യാഥാർത്ഥ്യമാകുന്നില്ലാത്തത്? കാരണം അവയിൽ സംശയത്തിൻ്റെയോ ഭയത്തിൻ്റെയോ തരംഗങ്ങൾ കലർന്നിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ സഹസ്രാരത്തിൽ വെച്ച് ഞാനെന്ന അഹംഭാവം അസ്തമിക്കുമ്പോൾ അവിടെ സംശയമില്ല. അപ്പോൾ ആ ചിന്തകൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുമായി ഒരേ ഫ്രീക്വൻസിയിലാവും. വിദേശീയമായ ക്വാണ്ടം മാസ്റ്റേഴ്സ് ഇതിനെ കൊളാപ്സിംഗ് ദ വേവ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അനന്തമായ സാധ്യതകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒന്നിനെ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണിത്. സഹസ്രാരത്തിലെത്തിയ ഒരു യോഗിക്ക് പ്രപഞ്ചം ഒരു ശത്രുവല്ല, അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിപുലീകരണം മാത്രമാണ്. പ്രപഞ്ചം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്? അവിടെ ആഗ്രഹം ചോദിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഇച്ഛയെ സ്വന്തം ഇച്ഛയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് അദ്വൈതം കടന്നു വരുന്നത്. നമ്മൾ പ്രപഞ്ചത്തെ നോക്കുന്ന നിരീക്ഷകനല്ല, നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്ന വസ്തുവും ഒന്നാണ്. നമ്മൾ പ്രപഞ്ചത്തെ മാറ്റുന്നില്ല, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലിരുന്ന് അതിനെ സ്വയം രൂപാന്തരപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്നത് നമുക്കുള്ളിലെ ആ നിശബ്ദതയെ ശക്തിപ്പെടുത്തുക എന്നതാണ്. നിശബ്ദത എത്രത്തോളം കൂടുമോ അത്രത്തോളം തീവ്രമായി പ്രപഞ്ചം നമ്മെ അനുസരിക്കും. ഈ ഘട്ടത്തിലെത്തിയാൽ നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതില്ല. പ്രപഞ്ചത്തിൻ്റെ ആ വലിയ ക്വാണ്ടം ഫീൽഡിൽ സഹസ്രാരത്തിൽ നിന്ന് ഒരു സങ്കല്പം അയച്ചു കൊടുത്താൽ മാത്രം മതി. ആ സങ്കല്പം പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരും. ഇതാണ് പ്രപഞ്ചം നിർമ്മിക്കുന്ന കല. നമ്മളൊരു മനുഷ്യനല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ എഞ്ചിനീയറാണ്. ഈ അറിവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തെ കാണുന്ന രീതി തന്നെ മാറും. നമ്മൾ ഭയത്തിലല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സർഗാത്മകതയിലാണ് ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യാത്രയുടെ അവസാന നിമിഷത്തിൽ നാം നിൽക്കുന്നത് സഹജാവസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യത്തിന് മുന്നിലാണ്. ആജ്ഞാചക്രത്തിലൂടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പഠിച്ച നമ്മൾ സഹസ്രാരത്തിലൂടെ പ്രപഞ്ചവുമായി ലയിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഒരേ ഒരു സത്യം മാത്രമാണ്: ഈ പ്രപഞ്ചം തന്നെയായി ജീവിക്കുക എന്നതാണത്. സഹസ്രാരത്തിൻ്റെ പാരമ്യം എന്നത് ധ്യാനം എന്ന പ്രക്രിയയുടെ പോലും അവസാനമാണ്. ധ്യാനം എന്നത് മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശ്രമമാണ്. എന്നാൽ സഹജാവസ്ഥ എന്നത് യാതൊരു ശ്രമവുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിൽ അലിഞ്ഞു ചേരുന്ന അവസ്ഥയാണ്. ഒരു പുഴ കടലിലേക്ക് ചേരുമ്പോൾ അത് എങ്ങോട്ടാണ് ഒഴുകേണ്ടതെന്ന് ചിന്തിക്കാറില്ലല്ലോ. അതുപോലെ നമ്മുടെ ജീവിതം പ്രപഞ്ചത്തിൻ്റെ ഇച്ഛാശക്തിയാൽ അനായാസമായി ഒഴുകാൻ തുടങ്ങുന്നതാണ് ഈ അവസ്ഥ. ഇവിടെ നമ്മൾ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളുമായി നമ്മൾ പൂർണ്ണമായും ഇഴുകിച്ചേരുകയാണ്. നമ്മൾ മുൻപ് പറഞ്ഞ വാക്സിദ്ധിയുടെ പൂർണ്ണരൂപം ഇവിടെയാണ് പ്രകടമാകുക. സഹസ്രാരത്തിലെത്തുമ്പോൾ നമ്മൾ വാക്കുപയോഗിച്ച് പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നില്ല, മറിച്ച് നമുക്കുള്ളിൽ ഒരു ചിന്ത ഉദിക്കുമ്പോൾ തന്നെ അത് പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. കാരണം നമ്മുടെ ബോധമിപ്പോൾ ആകാശത്തെ പോലെ വ്യാപകമാണ്. സഹസ്രാരത്തിൽ ശ്രുതപ്രതിഷ്ഠനായ ഒരു വ്യക്തിയുടെ മൗനം പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്പന്ദനമായിരിക്കും. ഈ അവസ്ഥയുടെ ഏറ്റവും വലിയ നിഗൂഢത എന്നത് മരണത്തെക്കുറിച്ചുള്ള ഭയത്തെ വേരോടെ പിഴുതെറിയുന്നു എന്നതാണ്. ശരീരം എന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമാണെന്ന് ഈ അവസ്ഥയിൽ നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും. ഇതിനെ ജീവൻ മുക്തി എന്ന് വിളിക്കും. ഭൗതിക ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് മോചിതനായിത്തീരും. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ഈ അവസ്ഥയിലെത്തിയ ഞാൻ പിന്നീട് എന്ത് ചെയ്യണമെന്ന്.
ഉത്തരം വളരെ ലളിതമാണ്. ഒന്നും ചെയ്യേണ്ട. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഉപകരണം മാത്രമായി മാറിയാൽ മതി. ഒരു മുളങ്കുഴലിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ അത് സംഗീതമായി മാറുന്നത് പോലെ പ്രപഞ്ചം നമ്മിലൂടെ തൻ്റെ സംഗീതം ചൊരിയട്ടെ. നമ്മുടെ ജോലി, കുടുംബം, സാമൂഹിക ജീവിതം ഇതൊന്നും ഈ അവസ്ഥയ്ക്ക് ഒരു തടസ്സവുമല്ല. മറിച്ച് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ധ്യാനമായി മാറും. നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനമാണ്. പ്രിയമുള്ളവരെ, ഈ കുറച്ചു സമയം കൊണ്ട് നമ്മൾ ശരീരത്തെ ഒരു ആൻറ്റിനയാക്കി. ഉള്ളിലെ നാദത്തെ കേട്ടു, ആജ്ഞാചക്രത്തെ ജ്വലിപ്പിച്ചു, ക്വാണ്ടം ഫീൽഡിനെ നിയന്ത്രിച്ചു. ഇപ്പോൾ സഹസ്രാരത്തിൻ്റെ അനന്തതയിൽ എങ്ങനെ ലയിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ തുടക്കം. ഇനി മുതൽ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഈശ്വരനെ കാണാം. ഓരോ ശ്വാസത്തിലും പ്രപഞ്ചത്തിൻ്റെ താളമുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടവനല്ല, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണ്. നമ്മിലെ പ്രകാശം ആ 1000 ഇതളുകൾ വിരിയിച്ച് ഈ ഭൂമിയിൽ പരക്കട്ടെ. നമ്മൾ ആജ്ഞാപിക്കേണ്ടതില്ല. നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ പ്രപഞ്ചം പരിവർത്തനം ചെയ്യപ്പെടട്ടെ. നിങ്ങളുടെ സ്വന്തം അനന്തതയിലേക്ക്, അഖണ്ഡമായ പരിധികളില്ലാത്ത പ്രകാശപൂർണമായ ഈ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഓരോ നിമിഷവും പ്രപഞ്ചത്തിൻ്റെ ആഘോഷമായി മാറട്ടെ. നിങ്ങൾ പ്രകാശമായി തന്നെ ജീവിക്കുക. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ നമ്മൾ കടന്നുപോയത് നമുക്കുള്ളിലെ അനന്തമായ ഊർജ കേന്ദ്രങ്ങളിലൂടെയാണ്. നാം സംസാരിച്ച ഈ 7 ചക്രങ്ങളും കേവലം അറിവുകൾ മാത്രമല്ല, അതൊരു പരിവർത്തനത്തിനുള്ള മാപ്പാണ്. ഇതുവരെ നിങ്ങൾ കേട്ടതൊക്കെ ഇൻഫർമേഷൻസായി നിങ്ങൾക്കെടുക്കാം. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവ്യബോധം ഒരു പ്രത്യേക പരിശീലന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. മൂലാധാരം മുതൽ സഹസ്രാരം വരെ 7 ഘട്ടങ്ങളിലുള്ള പ്രത്യേക ചക്ര ധ്യാനങ്ങളാണത്. കൊച്ചു കൊച്ചു ഗൈഡഡ് മെഡിറ്റേഷനുകൾ. ആഴ്ചയിൽ ഓരോ ദിവസവും നമ്മൾ ഓരോ ചക്രാധ്യാനത്തിനായി മാറ്റിവെക്കും. ഈ ധ്യാനങ്ങൾ കേവലം ശ്രദ്ധയല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തെയും ബോധത്തെയും ഒരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു മെഡിറ്റേഷൻ സിസ്റ്റമാണ്. നമ്മൾ ചർച്ച ചെയ്ത ഈ 7 ചക്രങ്ങളെയും ഓരോന്നായി ഉണർത്തി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാം നമുക്ക്. ഈ ആത്മീയ പരിശീലനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായുള്ളതാണ്. ഇതിനായി നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന ദക്ഷിണ നൽകി ഈ ലളിതമായ ധ്യാന രീതികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇത് വെറുമൊരു വാങ്ങലല്ല, നിങ്ങളുടെ ബോധത്തിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഈ ധ്യാന രീതികളും നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഈ ആത്മീയ യാത്രയിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം. നിങ്ങളുടെ ബോധത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.